ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ട്രേഡിംഗ് ആണ് ബെറ്റർ. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ട്രേഡിങ്ങിൽ. അപ്പം അത് വെച്ചിട്ട് പറയുവാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ട്രേഡിംഗ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്, സിങ്ക് ട്രേഡിംഗ് ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ വിൽ ടെൽ യു സിങ്ക് ട്രേഡിംഗ് ഈസ് ദ ബെസ്റ്റ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സിങ്ക് ട്രേഡിങ് എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. ഈവൻ എ സ്റ്റുഡൻസ്, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു NRI ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ഞാനൊരു 4 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ നല്ല ലോസ് വന്നു, പിന്നീട് ഞാനത് പ്രോഫിറ്റാക്കി മാറ്റി. ഓക്കെ, അത് ഞാൻ ഒരുപാട് നല്ല എഫേർട്ട് ഇട്ടു ഞാൻ അതിനകത്ത്. പക്ഷേ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ജോലിയും ട്രേഡിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് പോവില്ല എന്ന് മനസ്സിലാക്കിയ ഇപ്പം, കാരണം അത് നമ്മുടെ സൈക്കോളജി അഫക്റ്റ് ചെയ്യും ഈ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ചില ദിവസം നല്ല ലോസ് വന്നാൽ പിന്നെ നമ്മുടെ വർക്കിനെ അതെല്ലാം ബാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത് സ്വിംഗ് ട്രേഡിംഗ് ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ. പക്ഷേ സ്വിംഗ് ട്രേഡിംഗ് ആളുകൾ ചെയ്യാതെ ഓപ്ഷൻസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ക്യാപിറ്റൽ കുറവായിരിക്കും. സ്വിംഗ് ട്രേഡ് ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 40,000 തൊട്ട് 1,00,000 രൂപ വരെയൊക്കെ മിനിമം വേണം. നമുക്കൊരു 10,000 രൂപ ഇട്ടിട്ട് നമ്മളൊരു 2% ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ 10% ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അത്രയും ശതമാനം കിട്ടും. പക്ഷേ നമ്മൾ ആ പ്രോഫിറ്റിൽ ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല, അല്ലേ? നമുക്കൊരു കുറഞ്ഞത് 4,000 5,000 ഒക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മിനിമം അത്രയും പെർസെൻറ്റേജ്, ഒരു 10% കിട്ടണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ക്യാപിറ്റൽ വേണം. പിന്നെ രണ്ടാമതൊരു അഡ്വാൻറ്റേജ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ജോലിയോടൊപ്പം ഇത് ചെയ്തു പോകാം, അല്ലേ? നമുക്ക് ജോലി സമയത്ത് എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, നമുക്കൊരു ബ്രേക്ക് കിട്ടും. അപ്പോൾ ആ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ വാച്ച് ലിസ്റ്റ് എടുത്ത് നോക്കി, മാർക്കറ്റ് എങ്ങനെയാണ്, മൊത്തത്തിൽ ഫാളാണോ അതോ മൊത്തത്തിൽ അപ് ട്രെൻഡ് ആണോ അതോ ന്യൂട്രലാണോ? അപ്പോൾ നല്ല ഫാളൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് താന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങാം. പിന്നെ അതിനകത്ത് നമുക്കിതുപോലെ ഇപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പം നമുക്കിവിടെ ഒരു GTT കണ്ടോ, ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, GTT ഓർഡർ. നമുക്ക് ഈ GTT ഓർഡർ ഇട്ട് വാങ്ങുവാണെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് കണ്ടോ സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസിലെത്തുമ്പോൾ നമുക്ക്, അതായത് സിംഗ് ട്രേഡിങ് 3-4 ദിവസം കഴിയുമ്പോൾ ആ സ്റ്റോക്കിന് പ്രൈസ് അവിടെ എത്തുമ്പോൾ നമുക്ക് അലേർട്ട് തരും. അല്ലെങ്കിൽ നമുക്ക് പ്രൈസ് അലേർട്ട് വെക്കാം. അപ്പോൾ നമുക്ക് കയറി നമ്മൾ ടാർഗറ്റ് എത്തുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ ബ്രോക്കർ തന്നെ സെല്ല് ചെയ്യും. ആ രീതിയിൽ നമുക്ക് GTT ഓർഡറിനെ സെറ്റ് ചെയ്യാം. അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ മതി. അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ബിസി ആണെങ്കിൽ പോലും ടാർഗറ്റ് എത്തിയാൽ നമുക്ക് അറിയാനുള്ള മാർഗ്ഗമുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അറിഞ്ഞാൽ. അപ്പം അങ്ങനെ പറയുമ്പം നമുക്ക് ഇതിനിടുന്ന എഫോർട്ട് നമ്മളത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനിടുന്ന എഫോർട്ട് വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സ്വിംഗ് ട്രേഡിങ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് തന്നെ. അപ്പോൾ അതൊന്ന് കാണുക, അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പം മറ്റ് ട്രേഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇനി വേറെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ സെല്ലിങ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് നല്ല ക്യാപിറ്റൽ വേണം. നല്ല ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരുമാതിരി സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആൾക്കാരെല്ലാം ഒരു 50,000 1,00,000 രൂപയൊക്കെ ആയിട്ട് വരുന്നവരായിരിക്കും. അത് പെട്ടെന്ന് തന്നെ ഒരു ഓപ്ഷൻ ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്യും. അപ്പം പിന്നീട് ഓപ്ഷൻ സെല്ല് ചെയ്യണമെങ്കിൽ ഒരു ലോട്ട് ചെയ്യണമെങ്കിൽ പോലും 2,00,000 രൂപ വേണം നിഫ്റ്റിയുടെ. അപ്പം നിങ്ങൾക്കൊരു 3-4 ലോട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ പോലും 4-5 ലക്ഷം, ഒരു 6-7 ലക്ഷം രൂപ വേണം. ആ പൈസ ഉണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്താൽ വളരെ മനസ്സമാധാനമായിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന്. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ, ഞാൻ കഴിഞ്ഞ വർഷം വെറും 40,000 രൂപ മാത്രമേ ഞാൻ ട്രേഡിങ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിൽ ഇതിനകത്ത് വളരെ കുറച്ച് ട്രേഡിങ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, കാരണം ഇടയ്ക്ക് ഫണ്ട് ഫുള്ള് വിഡ്രോ ചെയ്യേണ്ട വന്നു, കുറേ നാളത്തേക്ക് ട്രേഡിങ് നിർത്തി വെച്ചു. ഇപ്പോൾ ജസ്റ്റ് 7,000 ഇതിൻ്റെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന സ്വിംഗ് ട്രേഡിങ് അക്കൗണ്ടുണ്ട്, അത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു എമൗണ്ടാണ്, കാരണം ക്യാപിറ്റൽ കുറവായിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ 30,000-40,000 രൂപ കണ്ടേ ഉപയോഗിച്ചുള്ളൂ. അത് വെച്ചിട്ട് ഈ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി, ഈവൻ ബെറ്റർ ദാൻ ദി FD ഡിപ്പോസിറ്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞത് FNO ചെയ്യുന്നതിനെക്കാട്ടിലും മച്ച് ബെറ്റർ ഡൂയിങ് എ സ്വിംഗ് ട്രേഡിങ്. അപ്പോൾ അത് നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയോടൊപ്പം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണം.
കാരണം ചില സമയത്ത് നമ്മൾ ഓവർ പ്രൈസിൽ പോയി സ്റ്റോക്ക് വാങ്ങാനൊരു ടെൻഡൻസി വരും, എല്ലാം ഗ്രീനിലായിരിക്കുമ്പോൾ. പിന്നീട് ആ പ്രൈസിന് താഴോട്ടായിരിക്കും ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങളെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ട്രേഡിങ്ങിൽ നമ്മൾ അത് സിങ്ക് ട്രേഡിംഗ് ആണെങ്കിൽ പോലും സൈക്കോളജി നമ്മളെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ സിങ്ക് ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏറ്റവും ലോയിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ അത് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പറന്നു പോകുന്നതൊക്കെ കാണും, ബട്ട് അതിലൊന്നും നമ്മൾ പോയി ചാടില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസിൽ വരണം, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മറ്റ് സ്റ്റോക്കുകളുണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനേഴ്സ് ഉപയോഗിക്കാം, ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം വൺസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, F&Oയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പൈസ കളയുന്നത്. സെബിയുടെ റിപ്പോർട്ട് പ്രകാരം ഓൾമോസ്റ്റ് 90% ആൾക്കാർ F&O പൈസ പോകും. അതിനകത്ത് തന്നെ 1% ആൾക്കാരേ ഉള്ളൂ 10 കോടിക്ക് മേളിൽ പൈസ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളവർ ബ്രോക്കർ ചാർജ് എല്ലാം കൂടെ കഴിഞ്ഞാൽ ആവറേജ് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 രൂപയ്ക്ക് മേളിലും കണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ അവർ അത്ര എഫോർട്ട് ഇട്ടവരാണ്. ഓക്കെ, അങ്ങനെ എഫോർട്ട് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകാം. പക്ഷേ ഒരു ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്ക്, യൂട്യൂബിൽ നിന്നും മറ്റും ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ സിങ്ക് ട്രേഡിംഗ് ആണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ നല്ലൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ആ പ്രൈസ് എവിടെയൊക്കെ കയറിയെന്ന് ജസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ എത്രയെന്ന് ഏകദേശം ഏത് റേഞ്ചെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നല്ല വേരിയേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ഫാള് വരുന്നത്, മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് പൊട്ടുമ്പോൾ വാങ്ങുക. വിത്തിൻ 1 വീക്ക് മാർക്കറ്റ് റിക്കവർ ആവും. ഓവറോൾ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ നിങ്ങൾ സ്റ്റോക്കും കയറും. നിഫ്റ്റി 50 സ്റ്റോക്കുകൾ മേടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്, കാരണം മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ അതും കയറും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം ഒരു 4-5% കിട്ടിയാൽ മതി. അത് നമ്മളൊരു 1 ഇയറിലേക്ക് നമ്മളങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പം നമുക്കൊരു 1,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നല്ല ഒരു 10-20% തന്നെ ഒരു ഇയർ ഉണ്ടാക്കിയാൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ ദി FDയിൽ ഇടുന്നതിനേക്കാളും ബെറ്ററാണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, അർജൻറ്റായിട്ടുള്ള മണി കൊണ്ട് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഇടല്. ലോസ് വന്നാൽ നമ്മൾ ചാടി വിൽക്കും, അങ്ങനെ അതും ലോസ് ആവും. അർജൻറ്റുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ആ മണിയും വിഡ്രോ ചെയ്യും. പിന്നെ നമ്മുടെ ഇടാനും പൈസയില്ല. അങ്ങനെ ഒരിക്കലും എമർജൻസി ഫണ്ടൊന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഇടില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ സ്റ്റോക്കിൽ ഇടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ടോക്കാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കഴിവതും എല്ലാവരും സിങ്ക് ട്രേഡിങ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.